ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവിജ്ഞാനത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇനി വരുന്ന എല്ലാ PSC എക്സാമുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇത്. ഓക്കെ, നട്ടെല്ലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. പട്ടം താണുപിള്ള രൂപവൽക്കരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. പട്ടം താണുപിള്ള രൂപവൽക്കരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. പരദേശി സിനഗോഗ് എവിടെയാണ്? മട്ടാഞ്ചേരി. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളം. പ്രയുക്ത ജന്തുശാസ്ത്രത്തിൻ്റെ അപ്ലൈഡ് സുവോളജിയുടെ പിതാവ് കോൺറാഡ് ജസ്നർ. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ മലമുകൾ ഗാഗുൽത്ത. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹം അലൂമിനിയം. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹം അലൂമിനിയം. ഗ്രാമ്പുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മഡഗസ്കർ. 1926 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. 5ാമത്തെ, ആ 5ൻ്റെ ഇഞ്ചായും മഞ്ചേരിയുടെ ഇഞ്ചായും വെച്ചങ്ങ് ഓർത്താൽ മതി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഓർമ്മ വരും. 1926 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. 2 ഇഞ്ച വെച്ചിട്ട്. ഓക്കെ, 5ാമത്തെ മഞ്ചേരി. അപ്പോൾ ഇനി ഇതാരും മറക്കരുതേ. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവെയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവെയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1940. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1940. 1876 ആനന്ദ മോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപവൽക്കരിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. 1876 ആനന്ദ മോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപവൽക്കരിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ഭാഷാപോഷിണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഭാഷാപോഷിണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? തെർമോസ്ഫിയർ. ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? തെർമോസ്ഫിയർ. ബയോൺ M എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം റഷ്യ. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത് റോബർട്ട് ക്ലൈവ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ക്രിസ്തുമതത്തിൽ ചേർന്നതിനെ തുടർന്ന് കൃഷ്ണാദിയാശാൻ സ്വീകരിച്ച പേര് CK ജോൺ. ക്രിസ്തുമതത്തിൽ ചേർന്നതിനെ തുടർന്ന് കൃഷ്ണാദിയാശാൻ സ്വീകരിച്ച പേര് CK ജോൺ. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ആ യന്ത്രം? ആവിയന്ത്രം. ബങ്കനപ്പള്ളി, മൽഗോവ, നീലം എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ്? മാങ്ങ. ബങ്കനപ്പള്ളി, മൽഗോവ, നീലം എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ്? മാങ്ങ. ബാർബഡോസിൻ്റെ തലസ്ഥാനം ബ്രിഡ്ജ് ടൗൺ. ബൂർബൺ രാജവംശം ഏത് രാജ്യത്താണ് അധികാരത്തിൽ ഇരുന്നത്? ഫ്രാൻസ്. ബൂർബൺ രാജവംശം ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? ഫ്രാൻസ്.
1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ പതേനി ഗ്രാമത്തിൽ ജനിച്ച 4 വർഷത്തിലൊരിക്കൽ പിറന്നാൾ ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി മൊറാർജി ദേശായി 1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ പതേനി ഗ്രാമത്തിൽ ജനിച്ച 4 വർഷത്തിലൊരിക്കൽ പിറന്നാൾ ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി മൊറാർജി ദേശായി 1922 റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. 1926 അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. ഇത് മുമ്പ് പഠിച്ച ക്വസ്റ്റ്യനാണ്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുമാരഗുരുദേവൻ. മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പുപാര അടിച്ചു കയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്. ഈ ശിക്ഷ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചിത്രവധം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. 1919 വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരൻ. 1919 വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരൻ. അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് പെരുമാൾ മുരുകൻ. അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് പെരുമാൾ മുരുകൻ. മനുഷ്യന് ഒരാമുഖം എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരാമുഖം എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ജക്കാർത്ത. ആസിയാന്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജക്കാർത്തയിലാണ്. ആദ്യത്തെ മാമാങ്കം നടന്ന സ്ഥലം തിരുനാവായ. ആദ്യത്തെ മാമാങ്കം നടന്ന സ്ഥലം തിരുനാവായ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മ്യൂസിയം എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ ലഫ്റ്റനന്റ് ജനറൽ പുനീത അറോറ. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ ലഫ്റ്റനന്റ് ജനറൽ പുനീത അറോറ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗണ്യമായ സംഭാവന നൽകിയ അമൃത് ബസാർ പത്രിക എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഇംഗ്ലീഷ്. അമൃത് ബസാർ പത്രിക എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ. ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 1986 നവംബർ 19. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 1986 നവംബർ 19. ഇന്ത്യയിൽ ആഗോളവൽക്കരണം ആരംഭിച്ച വർഷം 1991. ഇന്ത്യയിൽ ആഗോളവൽക്കരണം ആരംഭിച്ച വർഷം 1991. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ ജീവിതദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ജിംനോസ്പേംസ്. ഏറ്റവും കൂടുതൽ ജീവിതദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ജിംനോസ്പേംസ്. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്